ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ ഫോർമുലകളും മുഴുവൻ സൂത്രവാക്യങ്ങളും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്ക്വയർ പിരമിഡിനെ കുറിച്ചാണ്. സ്ക്വയർ പിരമിഡിൽ ഈ 4 അക്ഷരങ്ങൾ മനസ്സിലാക്കുക. എൽ എന്ന് പറയുന്നത് നമുക്കറിയാം ചരിവുയരം. ചരിവുയരം എന്ന് പറയുന്നത് ആ കാണുന്ന ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ സമപാർശ്വ ത്രികോണത്തിന്റെ ഉയരമാണ് അല്ലെ. ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ പാദവക്ക്. ഈ എന്ന് പറഞ്ഞാൽ പാർശ്വവക്ക്. ശരിയല്ലേ? പാർശ്വവക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്, അതാണ് ഈ. ഓക്കെ, ഈക്വൽ സൈഡ്സ് ഈ. ഇനി ഹൈറ്റ് ഓഫ് ദ പിരമിഡ്, ഉയരം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്തൂപികയുടെ ഉയരം. ശരിയല്ലേ? ഈ കാണുന്ന അക്ഷരങ്ങൾ പഠിക്കുക. സമചതുര സ്തൂപിക, സമചതുര സ്തൂപിക. പിന്നെ നമ്മൾ പഠിക്കേണ്ട 2 പ്രധാനപ്പെട്ട കണക്ഷൻ, റിലേഷൻ ആണ് ലാ ഇല. എന്താണ്? ലായും ഈലയും. ലാ ഇലാഹ ഇല്ലല്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ ലാ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കാണുമ്പോൾ a/2. ലാ ആദ്യത്തെ സ്ക്വയർ ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ സ്ക്വയർ. പക്ഷെ എ കാണുമ്പോൾ എന്ത് കൊടുക്കുക? a/2. പൈതഗോറസ് തിയറം തന്നെയാണ്. നമുക്കറിയാം എൽ എന്താണ്, എ എന്താണ്, എച്ച് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അതേപോലെ ഇല, ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അവിടെയും നിങ്ങൾക്കൊരു മട്ടത്രികോണം കാണാം, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇതിലുള്ള 2 കണക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, ലായും അതുപോലെ ഇലയും. ഇത് പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 ലാറ്ററൽ ഫേസുകളാണുള്ളത്. ഒരു ട്രയാങ്കിൾ വരുന്ന സമയത്ത്, ഒരു ട്രയാങ്കിൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഇലയിൽ നമുക്കൊരു ട്രയാങ്കിൾ കണ്ടോ. ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്ന ബേസ് എഡ്ജ് ആണ്. ബേസ് എഡ്ജ് എയും ഹൈറ്റ് എല്ലുമാണ്. എയും ഹൈറ്റ് എല്ലും. സോ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH ആണ്, ബേസ് എ ആണ്, ഹൈറ്റ് എൽ ആണ്. ഇതിനങ്ങനത്തെ 4 ട്രയാങ്കിൾ. 4 × ½ AL, 4 × വരെ 2, 2AL എന്ന് പറയുന്ന ഫോർമുല അങ്ങനെ വരുന്നതാണ്. സോ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2AL ആണ്. പഠിച്ചു വെക്കണം. ലാറ്ററൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു 2AL. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2AL അഥവാ പാർശ്വതല പരപ്പ്, പാർശ്വതല പരപ്പളവ്. ഇനി ഉപരിതല പരപ്പളവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉപരിതല പരപ്പളവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സ്ക്വയർ പിരമിഡിന്റെ പാർശ്വതലം പോലെ തന്നെ പാദമുണ്ട്. പാദം സ്ക്വയർ അല്ലേ? സ്ക്വയറിന്റെ ഏരിയ a². പാദ പരപ്പളവ്, പാദ പരപ്പളവ് എന്ന് പറയുന്നത് a². അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി, a² പ്ലസ് 2AL. അത്രയേ ഉള്ളൂ സ്ക്വയർ പിരമിഡിന്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ. ഇനി വോളിയം എന്ന് പറയുന്നത് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ക്വയർ പ്രിസത്തിന്റെ വോളിയമാണ് ശരിക്കും a²h. വോളിയം എന്ന് പറയുന്നത് a²h. പിരമിഡിന്റെ കേസിൽ വോളിയം എന്ന് പറയുന്നത് a². a² എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയറിന്റെ ഏരിയ ആണ്. അതേപോലെ സിലിണ്ടർ വരുമ്പോൾ ബേസിൽ എന്താ ഉള്ളത്? സർക്കിൾ. സർക്കിളിന്റെ ഏരിയ എന്താ? πr². πr²h / 3 കണക്ട് ചെയ്ത് പഠിക്കാം. ഇതാണ് കോൺ അഥവാ വൃത്തസ്തൂപിക. കോണിന്റെ വോളിയം πr²h / 3. ഈ സ്ഫിയർ ആണെങ്കിൽ അത് കാണാതെ എങ്ങോട്ട് പഠിച്ചേക്കുക. 1/3 പകരം 4/3 ആണ് ഇവിടെ വരിക. 4/3 πr³. അതായത് സ്ഫിയറിൻ്റെത്. നേരെ മറിച്ച് ഹെമിസ്ഫിയർ ആണെങ്കിൽ പഠിച്ചു വെക്കണം, സ്ഫിയറിന്റെ പകുതി. സ്ഫിയറിന്റെ പകുതി എന്ന് പറയുമ്പോൾ 4ന്റെ പകുതി എത്രയാ? 2. 2/3 πr³. ഓക്കെ, 2/3 πr³. ഇത് കണക്ട് ചെയ്ത് പഠിക്കാം. a²h, ഇവിടെ a² സ്ക്വയറിന്റെ ഏരിയ, സർക്കിൾ ആയതുകൊണ്ട് കോണിന്റെ താഴെ സർക്കിൾ അല്ലടാ, ആണ്. സർക്കിളിന്റെ ഏരിയ πr². സോ πr²h അത് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോണുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു സെക്ടർ ഉണ്ടെങ്കിൽ ആ സെക്ടറിന്റെ റേഡിയസ് R ആണ്. അത് തന്നെയാണ് സ്ലാൻഡ് ഹൈറ്റ് L, ചരിവുയരം. ചരിവുയരം എന്ന് പറയുന്നതും ഈ കാണുന്നതും കറക്റ്റ് ഈക്വൽ ആണ്. R is equal to L. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട റിസൾട്ട്. ഇനി ഇവിടെ ഒരു കണക്ഷൻ കൂടെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഈ സെൻട്രൽ ആംഗിൾ x ആണെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് x/360 is equal to R/L. ഈ കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ, x/360 is equal to R/L. ഇനി കോണിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ
CSA, കേർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ്. എന്തുകൊണ്ടാണ് വക്രതല എന്ന് പറയുന്നത്? കോണിന്റെ അത് ആ സർഫസ് വളഞ്ഞിട്ടാണ്, ശരിയല്ലേ? വളഞ്ഞിട്ടുള്ള സർഫസാണ്, അതുകൊണ്ട് നമ്മൾ കേർവ്ഡ് സർഫസ് എന്ന് പറയും. കേർവ്ഡ് സർഫസ് ഏരിയ കാണണമെങ്കിൽ ഈ കാണുന്ന സെക്ടറിന്റെ ഏരിയ കണ്ടാൽ മതി. ആ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് 9th. x/360 ഇൻറ്റു സർക്കിളിന്റെ ഏരിയ πr², ശരിയല്ലേ? x/360 ഇൻറ്റു πr². x/360 എന്ന് പറയുന്നത് r/l ഈക്വൽ ആണ്, പൈ ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് പറയുന്നത് L ഈക്വൽ ആണ് L². സോ L² സ്ക്വയറും താഴെ എല്ലും വെട്ടാം, ബാക്കി എന്താ ഉണ്ടാവുക? πrl. ഈ ഫോർമുല മാത്രം പഠിച്ചു വെക്കാം. കേർവ്ഡ് സർഫസ് ഏരിയ. ഇതേപോലെ ടോട്ടൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ ഈ കാണുന്ന πrl താഴെയുള്ള സർക്കിളിന്റെ ഏരിയ കൂടെ കൂട്ടണം, ദാറ്റ് ഈസ് πr², അല്ലെങ്കിൽ πr² പ്ലസ് πrl. കാണാതെ പഠിക്കരുത്. ഇതെന്താ സാധനം മനസ്സിലാക്കി കൂടി പഠിച്ചാൽ പരിപാടി സിമ്പിളാണ്. അപ്പൊ ഇത് രണ്ടും കിട്ടി. ബേസ് ഏരിയ എന്ന് പറയുന്നത് കോണിന്റെ ബേസ് സർക്കിളാണ്, സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം πr², ശരിയല്ലേ? എന്താണ് πr²? ഓക്കെ, പഠിച്ചു വെക്കാം. അതോടുകൂടി ലാറ്ററൽ സർഫസ് അല്ല, കേർവ്ഡ് സർഫസ് ഏരിയ. മലയാളത്തിൽ നമ്മൾ പറയും വക്രതല പരപ്പളവ്. വക്രതല പരപ്പളവ് πrl. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉപരിതല പരപ്പളവ്. വോളിയം a² പകരം സർക്കിൾ ആയതുകൊണ്ട് πr². കണക്ട് ചെയ്ത് പഠിച്ചാൽ സിമ്പിൾ. ഓക്കെ, കോണും കഴിഞ്ഞു. അത്രേ കോണിന്റെ കേസിൽ പഠിക്കാനുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ r² + h² = L². അതായത് ബേസ് ആണ്. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടന്യൂസ്. ജസ്റ്റ് പൈതഗോറസ് തിയറം തന്നെയാണ് ഇവിടെയും പറയുന്നത്. r² + h² = L². അത് കണക്ട് ചെയ്ത് അങ്ങോട്ട് പഠിച്ചു വെക്കുക. ശേഷം സ്ഫിയറിന്റെ കേസിൽ ഓർത്ത് വെക്കണം, സ്ഫിയറിന്റെ സർഫസ് ഏരിയ 4πr² ആണ്. അപ്പൊ നമ്മൾ ഇതിനെ മുറിക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്ക്, ഹെമിസ്ഫിയർ ആയിട്ട് മുറിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ ഹെമിസ്ഫിയറും ഇതിൽ കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവാം. സ്ഫിയറിന്റെ വോളിയം പഠിച്ചാൽ ഹെമിസ്ഫിയറിന്റെ വോളിയം നമുക്കറിയാം 2/3 πr³, ശരിയല്ലേ? 2/3 πr³. ഇനി സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. 4πr² എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാവരും മനസ്സിലാക്കുക. പകുതിയാക്കുമ്പോൾ ഈ കേർവ്ഡ് സർഫസിന്റെ ഏരിയ 2πr². എത്രയാണ് കേർവ്ഡ് സർഫസിന്റെ ഏരിയ? 2πr², ശരിയല്ലേ? ബേസിന്റെ ഏരിയ πr², കാരണം ബേസ് സർക്കിളാണ്, സർക്കിളിന്റെ ഏരിയ πr². ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3πr². പഠിച്ചു വെക്കണം. ടോട്ടൽ സർഫസ് ഏരിയ 3πr². അതുപോലെ വോളിയം ഇതിന്റെ നേരെ പകുതി, 4ന്റെ പകുതിയാണ് 2, അതുകൊണ്ട് 2/3 πr³. ഓക്കെ, ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം. ശേഷം ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും ചെയ്യാൻ. സെന്റിമീറ്റർ². ഒരു സെന്റിമീറ്റർ² എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ സ്ക്വയർ? മീറ്റർ സ്ക്വയറിലേക്ക് എങ്ങനെയാ മാറ്റുക? മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1/10,000 മീറ്റർ സ്ക്വയർ. അതുപോലെ ഒരു സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ മീറ്റർ ക്യൂബിലേക്ക് മാറ്റാൻ നിങ്ങളോട് ചോദിക്കാറില്ല. പകരം ഈ കാര്യം മാത്രം മനസ്സിലാക്കുക, ഒരു സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ml ആണ്, ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ടോ? ഒന്നിനെ ഉരുക്കി മറ്റൊന്നാക്കുക. അങ്ങനെ ഉരുക്കി മാറ്റുന്ന സമയത്ത് മാറാത്തത് വോളിയമാണ്. ഒന്നിനെ ഉരുക്കി മറ്റൊന്നാക്കുമ്പോൾ, കോണിനെ ഉരുക്കിയിട്ട് ഗോളം ഉണ്ടാക്കുകയാണെങ്കിൽ മാറാത്തത് വോളിയമാണ്. ഇനി ഒരു വലുതിനെ ഉരുക്കി കുറെ ചെറുത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ എണ്ണം ചോദിച്ചാൽ, പഠിച്ചു വെച്ചേ, എണ്ണം ചോദിച്ചാൽ വോളിയം ഓഫ് ബിഗ്, വലുത് എന്താണോ അതിന്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്മോൾ. വലുതിന്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ചെറുതിന്റെ വ്യാപ്തം. അതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഐഡിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. 7 മണിക്ക് നമുക്ക് മാരത്തോൺ ലൈവ് ഉണ്ട്. എല്ലാവരും വരിക, ഗംഭീരമായിട്ട് പഠിക്കാം. വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.